ഫുള്ള് ഗോൾഡ്. പൊന്നൊന്നും ആരും മേടിക്കണ്ട കേട്ടോ, ഇത് മേടിച്ചാൽ മതി. നല്ല അടിപൊളി സാധനമാണ്. പിന്നെ ഹാർഡാറ് സാധനമാണ് കേട്ടോ. ഒരു ലുക്ക്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്താണെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സ്മാർട്ട് വാച്ച് വന്നിട്ടുണ്ട് കേട്ടോ മാർക്കറ്റിൽ. എടുത്തെടുത്ത് ലാസ്റ്റ് കിട്ടി കേട്ടോ. ഒരു 3 പീസേ കിട്ടിയില്ലോ. നല്ല സാധനമാണ്. വരും രണ്ട് മൂന്ന് ദിവസം ഫുള്ള് സ്റ്റോക്ക് വരുമായിരിക്കും. അപ്പോൾ നല്ല സാധനമാണ്. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കിറുമാണി സാധനം എന്നല്ല പറയുന്നത് കേട്ടതല്ലേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരുന്നത്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ബോക്സ്. ഓക്കെ, അപ്പോൾ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് സാധനം. hainoteko ജർമ്മനി ഗോൾഡൻ എഡിഷൻ G9 അൾട്രാ മാക്സ് കേട്ടോ. ഗോൾഡൻ എഡിഷൻ G9 അൾട്രാ മാക്സ് ആണ് സാധനം. അപ്പോൾ ഇതിലെന്തെല്ലാം എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ വയർലെസ് ചാർജിങ്, പിന്നെ നോൺ മെഡിക്കൽ എന്ന് എഴുതിയിട്ടുണ്ട്, പിന്നെ ഒരു ബാർ കോഡും കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും എഴുതിയില്ല കേട്ടോ. കളർ ഒന്നും എഴുതിയില്ല. നമുക്ക് പൊളിച്ചിട്ട് നോക്കാം എൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉള്ളതെന്ന്. ഓക്കെ, പൊളിക്കട്ടെ മുത്തേ. ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതൊന്ന് പൊളിച്ചു നോക്കാം നമുക്ക് എന്താ സ്ഥിതിയെന്ന്. നല്ല പൊന്നു പൊട്ടി. ഗോൾഡ് ഇവിടെയൊക്കെ ഇതിൻ്റെ ബോക്സെല്ലാം നല്ല അടിപൊളി ബോക്സ് കേട്ടോ. ഒരു രക്ഷയില്ലാന്ന് ഞാൻ പറയുന്നതല്ലോ കേട്ടതല്ലേ ഉള്ളൂ. അടിപൊളി സ്മാർട്ട് വാച്ചാണ്. ഇത് കാണുമ്പോൾ പേടിക്കണ്ട. എന്താ പറഞ്ഞാൽ വലിയ പ്രൈസൊന്നുമില്ല. വലിയ പ്രൈസായിരിക്കും എന്നിട്ട് സ്കിപ്പായിട്ട് പോകണ്ട. ഞാൻ പ്രൈസ് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം കേട്ടോ. പക്ക പ്യൂർ 916 ഗോൾഡ് മാതിരി തന്നെ ഉണ്ട് കേട്ടോ. അടിപൊളി സാധനമാണ്. പ്യൂർ ഇതാ ബാക്കിൽ സ്ക്രൂ സ്വിച്ച് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി സാധനമാണ്. പിന്നെ അതേപോലെ തന്നെ ഗോൾഡ് എഡിഷനിൽ സ്ട്രാപ്പിലും ഗോൾഡ് കളർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്ലാക്കിൻ്റെ സ്ട്രാപ്പിലും ഗോൾഡ് കളർ കൊടുത്തിട്ടുണ്ട്. ഇത് കളർ പോകില്ല എന്നാണ് ഇവർ പറഞ്ഞത്. ഒന്നും അറിയില്ല. ഒരു സ്ട്രാപ്പ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ റോളക്സിൻ്റെ തന്നെ സ്ട്രാപ്പും വരുന്നുണ്ട് കേട്ടോ. ഗോൾഡ് കളറിൻ്റെ കാണുന്നുണ്ടോ? ഗോൾഡ് കളറിൻ്റെ സ്ട്രാപ്പും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്നുള്ള ഒന്നുമില്ല ഗൈസ്. ഇത് കണക്ട് ചെയ്യുന്നതോ ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ കണക്ട് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഐഫോണിൽ കണക്ട് ചെയ്യുന്നതും ആൻഡ്രോയിഡ് ഫോണിൽ കണക്ട് ചെയ്യുന്നതും സെയിം ആയിരിക്കും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഓൺ ആവട്ടെ. ഓൺ ആക്കിയിട്ട് നോക്കാം എങ്ങനെയുണ്ട് മുത്ത സാധനം. എങ്ങനെയുണ്ട്? ഗോൾഡ് എഡിഷന് അൺബോക്സ് ആക്കുന്നതിന് ഗോൾഡ് കളർ അല്ല യെല്ലോ കളർ ക്യാപ്പല്ല ഇട്ട കാണുന്ന. ഇംഗ്ലീഷ് സെലക്ട് ആക്കി കൊടുക്കാം കേട്ടോ. ചൈന സെലക്ട് ആയത് മോനെ. പണി പാലും വെള്ളത്തിൽ കിട്ടിയല്ലോ. അപ്പോൾ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. അറിയാണ്ട് ചൈന തൊട്ടുപോയി. അപ്പോൾ ഗൈസ് ഇതാ ഇവിടെ ഇംഗ്ലീഷ് കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്തത്. ഓക്കെ, ഈ ആപ്പ് ഡൗൺലോഡ് ആക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഡിവൈസ് കണക്ട് ചെയ്ത് നോക്കാൻ പറയുന്നുണ്ട്. നമുക്ക് ആപ്പ് ഡൗൺലോഡ് ആക്കാം അല്ലേ ആൻഡ്രോയിഡ് ഫോണിൽ. അപ്പോൾ ഗൈസ്, ആപ്പ് കിട്ടാത്ത ആൾ എന്താക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സ്കാനിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. എന്താ ഈ സാധനം ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് ഇവിടെ സ്കാൻ ആക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഭയങ്കര ലൈറ്റ് അടിക്കുന്നുണ്ട്. എന്താ ഈ ആപ്പിൽ ഇങ്ങനെ കയറിയാൽ മതി. ക്ലിക്കാക്കി കൊടുത്താൽ മതി. എൻ്റെ ഇവിടെ പ്ലേ സ്റ്റോറിൽ ഇവിടുന്ന് കയറിയിട്ട് ഡൗൺലോഡ് ആക്കിയാൽ മതി കേട്ടോ. ഓക്കെ, എന്തെല്ലോ കാണിക്കുന്നുണ്ട്. ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് കേട്ടോ. ഹൈനോ ഫിറ്റ് എന്ന് പറയുന്ന ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇവിടെ തന്നെ മേലെ തന്നെ ഉണ്ട്. ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ എടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വലിയ റിസ്ക് ഒന്നുമില്ല ഈ ആപ്പിൽ കണക്ട് ചെയ്യാൻ. ഐഫോണിലോ ആൻഡ്രോയിഡിലോ രണ്ടിലും കണക്ട് ചെയ്തിട്ട് യൂസ് ആക്കാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ വാച്ച് നല്ല അടിപൊളി കളറാണ് കേട്ടോ. നല്ല ഫിനിഷിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല ഗോൾഡ് പൊന്നിൻ്റെ വാച്ച് എന്നല്ല പറയുന്നിട്ടില്ല. അങ്ങനത്തെ ഒരു സാധനമാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ലാസ്റ്റ് പറഞ്ഞുതരാം പ്രൈസ്. പിന്നെ അതേപോലെ തന്നെ ഡെലിവറി എത്ര എങ്ങനെയാണെന്നല്ലോ. വലിയ പ്രൈസൊന്നും ഇല്ല കേട്ടോ. നോർമൽ പ്രൈസേ ഉള്ളൂ. വലിയ ഹെവി പ്രൈസ് കാര്യങ്ങളൊന്നും ഇല്ല. ആപ്പ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ അഗ്രി കൊടുക്കുക കേട്ടോ. അഗ്രി കൊടുത്തിട്ട് ഹൈനോ കൊടുക്കുക. ഹൈനോ കൊടുത്തിട്ട് ഇവിടെ ഒരു ഓപ്ഷന് ഇവിടെ ഇങ്ങനെ ഒരു ക്ലിക്ക് ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് ഇവിടുന്ന് ജിമെയിലിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതിൽ ഡൗൺലോഡ് ആവുമെന്നറിയില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ലോഗിൻ ആവുമെന്നറിയില്ല. 10 സെക്കൻഡ് കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ വേറൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നോട്ട് അക്കൗണ്ട് ഇവിടെ രജിസ്റ്റർ എന്നിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയും ചെയ്യാൻ പറ്റും.
അപ്പോൾ അങ്ങനെ നോക്കട്ടെ, അങ്ങനെ പോയി നോക്കട്ടെ. ഇത് ഇമെയിൽ ID കാര്യങ്ങളെല്ലാം കൊടുക്കണം കേട്ടോ. ഇതെല്ലാം കൊടുത്തിട്ട് വേഗം വരാം. ഓക്കെ. അല്ല അപ്പോൾ അത് ലോഗിൻ ആക്കി കൊടുക്കാം കേട്ടോ. ലോഗിൻ ആക്കി കൊടുത്താൽ പിന്നെ നമുക്കിടുന്ന് ബോയോ ഗേളോ എന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ ബോയ് ആണ് സെലക്ട് ചെയ്യുന്നത്. ബോയ് ആണെങ്കിൽ പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് എന്തായാലും ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വെയിറ്റ് എന്തെങ്കിലും കൊടുക്കാം. വലിയ 1000 കിലോ നല്ല കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്കിടുന്ന് പെർമിഷൻസ് എല്ലാം ആൾ ടൈം ഒന്ന് കൊടുക്കാം. ഓക്കെ. എന്നിട്ട് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് നമ്മൾ ഇവിടെ ഡിവൈസ് എന്ന് പറയുന്ന ഒരു സാധനം കാണിക്കും കേട്ടോ. ഡിവൈസ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് പോവുക. എന്നിട്ട് ആഡ് ഡിവൈസ് എന്ന് കൊടുക്കാം കേട്ടോ. അതിടെ സാധനം കാണുന്നുണ്ടോ? ഹലോ, ആഡ് ഡിവൈസ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കും. ഇതിൽ ഇവിടെ സ്കാൻ ഓപ്ഷനും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് കണക്ട് ആകാൻ വേണ്ടിയിട്ട് സ്കാൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ എന്താ പറഞ്ഞാൽ ഒരുപാട് വാച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനെ കൊണ്ട് വേണ്ടിയിട്ടാണ്. അത് ഈ OnePlusൻ്റെ ഫോണിന് കുറ്റം പറയുന്നല്ല കേട്ടോ. ഇജാതി ദരിദ്രം പിടിച്ചൊരു ഫോണിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇവിടെ നോക്കണേ, ഒരു QR വരെ സ്കാനായി കിട്ടുന്നില്ല. ഒരു QR വരെ സ്കാനായി കിട്ടുന്നില്ല എന്ന്. അമ്മാതിരി ഫോണാണ്. അപ്പോൾ കണക്ട് ആയിട്ടുണ്ട്. കണക്ട് ആയത് ഇത് മറ്റേ സ്ക്രീനും കാര്യങ്ങളെല്ലാം വന്നു കേട്ടോ. പിന്നെ അതിൽ അങ്ങനെ തന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും പിന്നെ ആൾവേസ് ഓൺ ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ടോയെന്ന് ചോദിക്കേണ്ട, അതുണ്ട്. ഓക്കെ, എല്ലാ വാച്ചിലും ഇപ്പോൾ വരുന്ന അൾട്രയിൽ എല്ലാത്തിലും ആൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ ഓക്കെ, അപ്പോൾ ഇതെടുക്കട്ടെ. ഹലോ 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 ഹലോ. ഓക്കെ, ക്യാരി ഔട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ ഗോ ടു സെറ്റിങ്സ് വേണ്ട. ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നെ പോവാം. ഇവിടെ തന്നെ പോയാൽ ഇവിടെ ആൾ ഡയൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നമ്മളെ ഫോട്ടോ വാൾപേപ്പർ ആക്കി വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. എഡിറ്റ് കസ്റ്റമൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ കയറിയിട്ട് നമുക്ക് ഏത് ഫോട്ടോ വേണമെങ്കിലും നമുക്ക് വാൾപേപ്പർ ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളെ ചെക്കന് ഫുള്ള് മറ്റേ തിരിഞ്ഞു പറഞ്ഞിട്ടുള്ള ഫോട്ടോസ് എല്ലാം ഉണ്ടാവും. മീശ തിരിച്ചിട്ടുള്ളതല്ല. അപ്പോൾ ഞാനതന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താ ഇവിടെ ഇൻസ്റ്റാൾ ആവുന്നുണ്ട് കേട്ടോ. അത് കാണുന്നുണ്ടോ? ഇനി അപ്പോഴേക്കൊക്കെ മജ നോക്കും. അപ്പോൾ ഇത് കണക്ട് ആകുമ്പോഴേക്കൊക്കെ നമുക്ക് എന്താ ചെയിൻ സ്ട്രാപ്പ് ഇടാം കേട്ടോ. എങ്ങനെ ഇടലെന്ന് ഞാൻ കാണിച്ചത്. അതാ ചെയിൻ സ്ട്രാപ്പ് ഇത് എങ്ങനെയാണ് ഇടല്. മോനെ ഫുള്ള് ഗോൾഡ്. പൊന്നൊന്നും ആരും മേടിക്കണ്ട കേട്ടോ. ഇത് മേടിച്ചാൽ മതി. നല്ല അടിപൊളി സാധനമാണ്. പിന്നെ ഹാർഡാറ് സാധനമാണ് കേട്ടോ. ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ലുക്കുള്ള സാധനമാണ്. ഓക്കെ, ഗൈസ് കൈക്ക് ഇട്ടോക്കാം. നമുക്ക് കൈക്ക് ഇട്ടിട്ട് നോക്കാം എങ്ങനെ ഉണ്ട്. നമ്മൾ പിന്നെ ഗോൾഡൊന്നും ഉപയോഗിക്കാത്തതിനെ കൊണ്ട് ലുക്ക് ഉണ്ടോയെന്നൊന്ന് നോക്കിയിട്ട് പറയണ്ട കേട്ടോ. സംഭവം എങ്ങനെ ഉണ്ടെന്ന് നമ്മളെ ഫോട്ടോ അപ്ലോഡ് ആയിക്കോണുണ്ട്. അതും കൂടി ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ക്ലാരിറ്റി എല്ലാം ഒരു രക്ഷയില്ല എന്നാണ് പറഞ്ഞത്. ക്ലാരിറ്റി എന്നുള്ള പറഞ്ഞാൽ അടിപൊളി ക്ലാരിറ്റി എന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഇതിൽ കോളിംഗ് ഓപ്ഷൻ എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിൽ തന്നെ കോൾ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ റിസീവ് ആക്കി സംസാരിക്കുക. അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഞാൻ കാണിച്ചു തരാം. എന്താ പറഞ്ഞാൽ എല്ലാം ചോദിക്കേണ്ട വന്നിട്ട് ഞാൻ എന്താ പറഞ്ഞാൽ ഒരാൾക്ക് റീപ്ലൈ കൊടുത്തിട്ടാകുമ്പോൾ പിന്നെയും വന്നിട്ട് ചോദിക്കും അതെങ്ങനെ ഇതെങ്ങനെയാണ്. പക്ഷെ ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടാലും അത് വീഡിയോ ഫുള്ളായിട്ട് ശ്രദ്ധിക്കൂല, നോക്കൂല. ഞാൻ വീഡിയോ അയച്ചു കൊടുക്കും. എന്നിട്ട് പിന്നെയും പറയും അതല്ല അറിയുന്നില്ല, ഒന്നും കൂടി പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നല്ല കൃത്യമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇതൊന്ന് ആയിക്കോട്ടെ. ഒന്ന് ഫിംഗർ വെച്ചിട്ടില്ലെങ്കിൽ OnePlus അല്ല, നമ്മൾ ഐഫോൺ മാതിരി ഒന്നല്ല. OnePlusഉം പിന്നെ സാംസങ്ങും ഓക്കെയാണ് കേട്ടോ. OnePlus ഭയങ്കര ഇടങ്ങിയാറാണ് ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസിൽ നിന്ന് എന്തൊക്കെ അപ്ലോഡെല്ലാം ആകുമ്പോൾ ലോക്കായി പോയാൽ അത് ആടെ തന്നെ സ്റ്റക്കായി കിടക്കും. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചതാണ്. പിന്നെ അതേപോലെ തന്നെ QR കോഡ് സ്കാൻ ആക്കാൻ പറ്റുന്നില്ല. വളരെ ഒരു ദരിദ്രം പിടിച്ചൊരു ഫോണാണ് OnePlus കേട്ടോ. OnePlusനെ പറ്റിയിട്ട് ഒന്നും പറയാനില്ല. വേസ്റ്റ് ഫോൺ. വലിയ വില കൊടുത്തിട്ട് മേടിക്കുന്ന ആൾക്കാർ ചിന്തിക്കുക. അപ്പോൾ അതിലും നല്ല നല്ല സാധനങ്ങൾ കുറേ കമ്പനീൻ്റെ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ സാധനം കിട്ടി, റെഡി. അവിടെ ചങ്ങയുടെ ഫോട്ടോ വന്നിട്ടുണ്ട്. സെൻറ്ററിൽ തന്നെ വെച്ചതാണ്. വാൾപേപ്പേഴ്സ് ഇതാ കണ്ടോളി. നല്ല അടിപൊളി വാൾപേപ്പേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ. ഇതിൽ ഓൾറെഡി ഇതിൽ ഒരുപാട് വാൾപേപ്പേഴ്സ് ഉണ്ട്. ഒരു മാഡം പൂച്ചക്ക് മരുന്ന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് അവിടെ നിന്ന് ഒച്ചപ്പാടായിക്കൊണ്ടുണ്ട്. അവർ പോയി അല്ലേ. ഗോൾഡിന് ഗോൾഡ് മറ്റേ ലോക്ക് സ്ക്രീന് അടിപൊളിയല്ലേ. സംഭവം രക്ഷയല്ല കേട്ടോ. ആൾവേസ് ഓൺ ഡിസ്പ്ലേ കാണണ്ട. അട്ടാറ് സാധനമാണ് ആൾവേസ് ഓൺ ഡിസ്പ്ലേ കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ എന്താ സ്പോർട്സ് മോഡ്, സ്വിമ്മിങ്, സിറ്റപ്പ്, പുഷപ്പ്, ഔട്ട്, ഒരു 10-12 സ്പോർട്സ് മോഡ് ഉണ്ട് കേട്ടോ. 12 ഒന്നല്ല, അധികം ഉണ്ടല്ലേ. 12 ഒന്നല്ല, ഒരു 15-16 മറ്റേ സ്പോർട്സ് മോഡിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഒരുപാട് വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതാണ് ലോക്ക് കേട്ടോ, സ്ക്രീൻ ലോക്ക് ഇതാണ്. പിന്നെ അതേപോലെ തന്നെ അതാ നമ്മളെ കോളിന് കണക്ട് ആക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഡിസ്പ്ലേയിലെ നല്ല സ്മൂത്ത് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഓക്കെ,
ഇത് മറ്റേ മെനു സ്വിച്ച് ഇതാണ് കേട്ടോ താഴത്തെ. ഓക്കെ, ഒരുപാട് മെനു സ്റ്റൈലും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ മേലെ താഴോട്ട് വലിക്കുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ലോക്ക് ഓർ നമുക്ക് കോൾ എങ്ങനെ കണക്ട് ആക്കലെന്നൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. കോൾ കണക്ട് ആക്കാനോ ഒന്നും ആക്കേണ്ടിയില്ല. ജസ്റ്റ് ഇതാ ഇവിടുന്ന് മേലെ നിന്ന് താഴോട്ട് ഇങ്ങനെ സ്വൈപ്പ് ആക്കാം. സ്വൈപ്പ് ആക്കിയിട്ട് നമ്മൾ ഇവിടെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് അത് കറക്റ്റ്. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് കോളിൻ്റെ, ഒന്ന് ഓണാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ലൈറ്റ് കത്തും, ഇവിടെ ലൈറ്റ് കത്തും. എന്നിട്ട് നമ്മളെ ഫോണിൽ നിന്ന് ഇങ്ങനെ ബ്ലൂടൂത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്കിവിടുന്ന് സെർച്ച് ആക്കുമ്പോൾ ഇവിടെ കാണും വാച്ച് കോൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണും കേട്ടോ. ഇതാ വാച്ച് കോൾ, അതാ വാച്ച് അൾട്രാ കോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഹൈനോടെക്കോ കോൾ. അതിപ്പോൾ ഏത് കണക്ട് ആയെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഹൈനോടെക്കോ കോൾ ആയിരിക്കും വേണ്ടത്. ഹൈനോടെക്കോ കോൾ കേട്ടോ, ഇതാണ് കണക്ട് ആവേണ്ടത് നമുക്ക്. ഹൈനോടെക്കോ കോൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് കണക്ട് ആയാൽ നമുക്ക് വാച്ചിൽ നിന്ന് കോൾ ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അടിപൊളി ലുക്കും അത്ര തന്നെ, അതിൻ്റെ ഡിസ്പ്ലേ ക്ലാരിറ്റിയും അത്ര തന്നെ അഡാറ് സാധനം കേട്ടോ. ഇത് ഹൈനോടെക്കോ കോൾ കേട്ടോ, അതാണ് കണക്ട് ചെയ്യേണ്ടത്. അതിന് ആൾറെഡി കണക്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം കണക്ട് ആവട്ടെ. ബൈ മിസ്റ്റേക്ക് ഇപ്പോൾ തെറ്റ് പറ്റിപ്പോയതാണ്. ഇപ്പോൾ സാധനം പേരായിക്കൊണ്ടുണ്ട്. ഇത് ഓൺലൈനിൽ വെക്കണം കേട്ടോ. പിന്നെ ഇത് എങ്ങനെ ഇതിലിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിലൊരു പാട്ട് വെച്ചാലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇത് മറ്റേ എന്തെങ്കിലും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ എന്തെങ്കിലും നോക്കുന്നുണ്ടെങ്കിലോ എല്ലാത്തിനും നമ്മളെ സൗണ്ട് മൊത്തം ഇതിലായിരിക്കും കേട്ടിനാ. നമ്മൾ ഇതിൽ നിന്ന് പ്ലേ ആക്കുന്ന സാധനങ്ങൾ മൊത്തം ഇതിലായിരിക്കും പ്ലേ ആവുമല്ലേ. അപ്പോൾ അതിനെന്താ ഒഴിവാക്കാൻ എന്താക്കേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത് സ്വൈപ്പ് ആക്കിയിട്ട് ഈ സാധനം ഒന്ന് ഓഫാക്കി കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഈ സാധനം ഇപ്പോൾ മീഡിയ കോൾ എല്ലാ ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. കോൺടാക്ട് ഷെയറിങ്ങും ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്താക്കാന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ ഷോപ്പിൽ നിന്ന് അടുത്തേക്ക് വിളിച്ചോ കേട്ടോ. ഓക്കെ, വിളിക്കാം. ഇത് നമ്മളെ ഷോപ്പിലത്തെ നമ്പറിൽ നിന്ന് നമ്മൾ കോൾ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കോൾ വരുന്നുണ്ടോ നോക്കാം, നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. വാച്ചിലേക്ക് കോൾ വരുന്നുണ്ടോയെന്ന്. റിങ്ങല്ലാന്ന സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കോൾ വരുന്നുണ്ട്. ഓക്കെ, എന്താ വാച്ച് വേണ്ട ആൾ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് മെസ്സേജ് ആക്കിയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി കേട്ടോ. നമ്പർ കാണിച്ചു കൊടുക്കുന്നത്. ഓക്കെ, കാണുന്നുണ്ടല്ലോ. പിന്നെ ഇതിൽ ഇതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. എന്ത് ഹലോ, അപ്പോൾ ബാലൻസ് പോയി, സാറില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൽ ഇപ്പോൾ എന്ത് പ്ലേ ആക്കിയാലും നമുക്ക് ഇതിൽ നിന്നാണ് പ്ലേ ആയിട്ട് കേൾക്കുന്നത്, ഈ വാച്ചിൽ നിന്നാണ് പ്ലേ ആയിട്ട് കേൾക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ എന്താക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് കുറേ ആൾ മെസ്സേജ് ആക്കുന്നത്. അതിന് ഇത് ഇത്രയേ ഉള്ളൂ പണി. ഇത് ജസ്റ്റ് ഒന്ന് ഓഫാക്കി കൊടുത്താൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, നമുക്ക് കോൾ റിസീവ് ആക്കി സംസാരിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇതിൽ നിന്ന് കോൾ ചെയ്യാനും പറ്റും കേട്ടോ. ഇതിൽ നിന്ന് നമുക്ക് ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ട് ബ്ലൂടൂത്ത് ഇത് കണക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് കോൾ ചെയ്യാനും പറ്റും. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായില്ല എങ്ങനെ കോൾ സെറ്റ് ആക്കുന്നത് അത് ഇതെന്നല്ല. പിന്നെ ഈ സ്ട്രാപ്പ് അയക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് കുറച്ച് ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുക കേട്ടോ. പ്രസ് ചെയ്തത് സാധനം കിട്ടിയെന്ന് വരില്ല. എന്താ പറഞ്ഞാൽ അത്രക്കും ഒറിജിനൽ സാധനം ഒന്നല്ല കേട്ടോ. ആപ്പിളിൻ്റെ ഒറിജിനൽ ആണെങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്താൽ കിട്ടും. ഇങ്ങനത്തെ വാച്ച് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കേണ്ടി വരും കേട്ടോ. ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ബ്ലാക്ക് സ്ട്രാപ്പും കൂടി ഇട്ടിട്ട് നോക്കുന്നുണ്ട് കേട്ടോ, ലുക്ക് ഉണ്ടോയെന്ന്. നമുക്ക് ബ്ലാക്ക് സ്ട്രാപ്പെല്ലാം ഇട്ടിട്ട് നമ്മൾ നല്ല ഇതുണ്ട്, ഫിനിഷിംഗ് ഉണ്ട്, നല്ല ഒരു എന്താ പറയുക, നല്ല അടിപൊളി സാധനമാണ്. ഇതിൻ്റെ പ്രൈസ് അറിയണ്ടേ നിങ്ങൾക്ക്? പ്രൈസ് പറയട്ടെ, എത്ര പറയണോ? 200 ദിർഹംസ് പറഞ്ഞാലോ? ഗോൾഡ് വാച്ച് അല്ലേ? 200 പറയണോ? എന്നാ പറഞ്ഞു പറയാം, എത്ര പറയാം, എത്ര കൊടുക്കാം? ഞാൻ ഓനോട് പ്രൈസ് പറഞ്ഞിട്ടില്ല കേട്ടോ. ഓനോട് ഈ നേരം വരെ ഇതിൻ്റെ കോസ്റ്റ് എത്രയാണോ ഇതിൻ്റെ പ്രൈസ് എത്രയാണോ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഓനൊന്ന് ഊഹിച്ചെടുക്കട്ടെ ഇതിന് എത്ര പ്രൈസ് കൊടുക്കാം. ക്വാളിറ്റി ബേസ് 150 150 വേണ്ട, നമുക്കൊരു പണിയെടുക്കാം. 90 ദിർഹംസിന് നമുക്ക് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാം. എത്ര? 90 ദിർഹംസിന് സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാം. അത് ഷോപ്പിൽ വരുന്നില്ല കേട്ടോ. അഥവാ ഡെലിവറി ആണെങ്കിൽ 20 ദിർഹംസ് ഡെലിവറി ചാർജ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ 110 ദിർഹംസിന് നിങ്ങളുടെ ഡോറിലേക്ക് നമ്മൾ എത്തിച്ചേരും. നല്ല അടിപൊളി പ്രൈസിന് നല്ല അടിപൊളി സാധനം. ഓക്കെ, കിർമാണി സാധനം. അതൊക്കെ ഉണ്ടാവും. ലുക്കെല്ലാം നോക്കിയിട്ട് ഓർഡർ ആക്കിയാൽ മതി. ഗിഫ്റ്റ് കൊടുക്കാനല്ല പറഞ്ഞ സാധനമാണ്. കല്യാണ ചെക്കൻക്കെല്ലാം ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനം കേട്ടോ. കല്യാണ ചെക്കന്മാർക്ക് ഗിഫ്റ്റ് ഗോൾഡ് കളർ വേണമെന്നല്ല പറയുന്ന ആൾക്കാർക്ക് മേടിക്കാവുന്ന ഒരു സാധനമാണ്. ലുക്ക് ബേസ് നല്ല അടിപൊളി ലുക്ക് കാര്യങ്ങളെല്ലാം ഉള്ള സാധനമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കണ്ട. പിന്നെ കോൾ ആക്കേണ്ടത്, പിന്നെ അതേപോലെ തന്നെ മെസ്സേജ് ആക്കേണ്ട നമ്പർ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ പ്രൈസ് മറക്കണ്ട. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അത്ര 90 ദിർഹംസിന് ഞാൻ സാധനം തരും. ഡെലിവറി ആണെങ്കിൽ 110 ദിർഹംസിന് ആൾ ഓവർ ഡെലിവറി ആക്കി തരുന്നതായിരിക്കും.
പിന്നെ സൗദി, ഖത്തർ, ഒമാൻ അങ്ങയുടെ ഇവിടെ എല്ലാം ഡെലിവറി ഉണ്ട്. അതിന് ഡെലിവറി ചാർജ് എക്സ്ട്രാ ഉണ്ടാവും കേട്ടോ. 5 പീസ് അബോ മേടിക്കുന്നെങ്കിൽ മാത്രം എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. 5 പീസ് അല്ല, ഒരു 7 പീസ് അങ്ങ് മേടിക്കണം, അന്നെങ്കിൽ ഡെലിവറി ചാർജ് ഒത്തിട്ട് വരും കേട്ടോ. നിങ്ങൾക്ക് 150 ദിർഹംസ് ആണ് ഡെലിവറി ചാർജ് വരുന്നത് കേട്ടോ ഒരു ഡെലിവറിക്ക്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഓർഡർ ഉണ്ടെങ്കിൽ മാത്രം സൗദി, ഖത്തർ, ഒമാൻ കോൺടാക്ട് ചെയ്താൽ മതി. വെറുതെ നിങ്ങൾ പൈസ വേസ്റ്റ് ആക്കണം. നിങ്ങൾക്ക് ആടെ പേരും സാധനം 2-3 ഡേയ്സിൽ വരും. ഇപ്പോൾ ദുബൈയിൽ തന്നെ സാധനം ഇല്ല. സാധനം ഞാൻ തന്നെ തേടിയിട്ട് എവിടെല്ലോ പോയിട്ട് കിട്ടിയതാണ് ഒരു 3 പീസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.